നേരം വെളുക്കാറായി. ഇവിടെ വെച്ചാ ഞാൻ അവരെന്ന് കണ്ടത്, നിന്റെ ചേച്ചിയെ. ഇവിടെയോ? ആ, ഇതിനടുത്തുള്ള ഒരു പാലത്തിനടുത്ത്. ഒന്ന് നിർത്തിക്കേ. എന്താ? ആ കാറിൽ മഹാലക്ഷ്മി പോകുന്നത് ഞാൻ കണ്ടു. വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്? അല്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. രാത്രിയും പകലൊക്കെ അവരിറങ്ങി നടക്കുവാണല്ലോ. ഞാനൊരു പക്ഷേ അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും നിനക്ക് അങ്ങനെ തോന്നിയേ? അല്ല, എനിക്ക് അവളെ കണ്ട് തിരിച്ചറിയാലോ, അത് അവള് തന്നെയാ. അവരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലല്ലോ. ജീവിച്ചിരുന്നതിനേക്കാളും ഇപ്പൊ ഭയപ്പെടുത്തുക മരിച്ച ശേഷം. അയ്യോ, വാ പോവാം. അവളുടെ പുറകിൽ ഞാൻ അവളെ കണ്ടതാണല്ലോ, അതോ എനിക്ക് തോന്നിയതാണോ? ഇങ്ങോട്ട് നോക്കിയേ, നേരത്തെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവളുടെ ദേഹത്ത് അവളുടെ മോളുണ്ടോന്നു. ആ അതെ, ഇന്നലെ രാത്രിയിലെ അവളുടെ മുറിയിലെ പാലപ്പൂവിന്റെ ഗന്ധം ഉണ്ടായിരുന്നൊക്കെ അവള് പറഞ്ഞായിരുന്നല്ലോ പ്രതാപ. അപ്പോ അവളുടെ ഒപ്പമായിരിക്കും അവളുടെ മോളുടെ ആത്മാവും കിടന്നുറങ്ങിയത്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? പിള്ളേരെത്തി. അച്ഛാ, മുത്തശ്ശി, ഞാനും കണ്ടവളെ ഒരു മിന്നായം പോലെ കണ്ടത്. ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വന്നപ്പോ എതിരെ വന്ന കാറിൽ ഏട്ടത്തി ഉണ്ടായിരുന്നൊക്കെയാ ഇവള് പറയുന്നത്. ഞാൻ കണ്ടില്ല. ഇത് വലിയ ഇടങ്ങേറായല്ലോ. ഇപ്പൊ അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, മോളുടെ അമ്മയുടെ ശരീരത്തില് അവളുണ്ട്. അവളുടെ പിന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ മോളെ, പിന്നെ കണ്ടില്ല. അവളതെ ഇപ്പോ ഞാൻ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. പിന്നെങ്ങനെ ഞാൻ കണ്ടത്? അതിലെന്താ മോളെ അത്ഭുതം? ആത്മാക്കൾക്ക് ഒരേ സമയത്ത് തന്നെ പലയിടത്തും പോകാൻ പറ്റുമല്ലോ. മോളെ, നാളെയും കൂടി അവിടെ ശല്യം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇന്നൊരു ദിവസം കഴിഞ്ഞു കിട്ടാനോ പാഠം. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ 16 കഴിയുന്നതുവരെ അവർ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാ ഈ തറവാട്ടിൽ തന്നെ അവൾ ഇപ്പോഴും ഉണ്ട്. ഞാനിടയ്ക്ക് ഏടത്തി റോഡിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അതേ സ്ഥലത്ത് എത്തിയപ്പോഴാ ഒരു കാറ് പാസ് ചെയ്ത് പോയതും ഇവളെ ഏട്ടത്തിയെ കണ്ടെന്ന് പറയുന്നതും. എന്നെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു മുത്തശ്ശി. മോള് പറയുന്നത് ശരിയായിരിക്കും അമ്മേ. മോളും കൂടി അവളെ കാണാനുണ്ടായിരുന്നുള്ളൂ. നാളത്തെ മന്ത്രവാദം കൊണ്ട് ഈ ശല്യം തീരുമോ മുത്തശ്ശി? തീരണം. ഇല്ലെങ്കിൽ അവള് നമ്മളെ എല്ലാം തീർക്കും. മക്കള് വാ വാ. വരുന്നുണ്ട്. ആത്മാവ് കയറിയവള് വരുന്നുണ്ട്. മോളും മോനും വന്നായിരുന്നോ? എന്താ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? വാ. എന്തു പറ്റി എല്ലാവർക്കും? ഏയ് ഒന്നുമില്ല മോനെ. ലക്ഷ്മിയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഉണ്ണിമോനെ? ഒന്നും അറിയത്തില്ല അമ്മേ. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം, എന്നിട്ടും അറിയില്ലെന്ന് എല്ലാവരും കൂടി നടിച്ചോണ്ട് നടക്കുക. അതിനേക്കാളും ഒക്കെ നന്നായിട്ട് ഇപ്പൊ കാര്യങ്ങൾ അറിയാവുന്നത് നിനക്കല്ലേ?
പിന്നെ എന്തിനാ മോഹിനി ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്ക് എന്തറിയാന്നാ നിങ്ങളൊക്കെ ഈ പറയുന്നേ? ഞങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കട്ടെ മക്കളെ? ആ എടുത്തോ.